ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വളരെയധികം ടേസ്റ്റി ആയിട്ടുള്ളതും അതുപോലെ തന്നെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയതുമായ ഒരു ചെമ്മീൻ ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാം. അതിനു വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു 1/2 കിലോ ചെമ്മീൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കുക. ഏകദേശം 1 മണിക്കൂർ ആയിട്ടുണ്ട്. അതിന് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയൊന്നും വേണ്ട, ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്താൽ മാത്രം മതി. അപ്പോൾ അതിന് നമ്മൾ ഒന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് കടായിലേക്ക് എണ്ണ ഒഴിച്ച് നമ്മൾ ചെമ്മീനും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് എല്ലാ അപ്പുറം തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഫ്രൈ ചെയ്ത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റുക. അപ്പോൾ നമ്മൾ എല്ലാം തന്നെ അങ്ങനെ ഫ്രൈ ചെയ്ത് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. പിന്നീട് കടായി സ്റ്റൗവിലേക്ക് വെച്ച് അതിലേക്ക് ഒരു 2 ടീസ്പൂൺ പശു നെയ്യ് ഒഴിച്ചു കൊടുത്ത് പിന്നീട് അല്പം ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഗ്രാമ്പു, ഏലക്ക, കറുവാപ്പട്ട അതൊക്കെ ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്യുക. അതിലേക്ക് ഒരു 2 മീഡിയം സൈസിലുള്ള സവോള ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് സവോളയൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക. അപ്പോൾ നമ്മൾ സവോള ഒന്ന് വഴറ്റി വരുന്ന സമയത്തേക്ക് അതിലേക്ക് മീഡിയം സൈസിലുള്ള 2 തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് 2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 പച്ചമുളക് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അല്പം മല്ലിയിലയും പുതിനയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മുടെ തക്കാളിയൊക്കെ ഒന്ന് കുക്കായി വരണം. അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചതും 1 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചതും 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പം നമ്മുടെ പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നീട് അല്പം തിളപ്പിച്ച വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുക. ഇതെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ അതിലേക്ക് നമ്മൾ ഒരു 1/4 കപ്പ് തൈരും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടെ ഒഴിച്ചു കൊടുത്ത് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പം നമ്മളെ മസാലയൊക്കെ ഒന്ന് നന്നായിട്ട് ഒന്ന് തിളച്ച് വരണം. അപ്പോൾ നമ്മളെ മസാലയൊക്കെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ ഫ്രൈ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ചെമ്മീനും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ ചെമ്മീനും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് അങ്ങ് എടുക്കുക. അപ്പം ഇതിനെ ഒന്ന് നമ്മൾ അടച്ച് വെച്ച് നമ്മളൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പം നമ്മുടെ ഇതൊക്കെ അടച്ച് വെച്ച് നല്ല കുക്കായി വന്നിട്ടുണ്ട്. അപ്പം നമ്മളെ ഗ്രേവിയൊക്കെ പാകത്തിന് ആയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ചോറ് നേരത്തെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. കുക്കറിൽ ഒറ്റ വിസിലടിച്ച് മാറ്റി വെച്ചതാണ്. കൈമ റൈസാണ്. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുക്കുക. ഒരു ട്രിപ്പ് ഇട്ട് കൊടുത്ത് അതിൻ്റെ പുറത്ത് നമ്മൾ മല്ലിയില പുതിനയിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അല്പം സവോള വറുത്തതും അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മേലെ വീണ്ടും ഒരു ട്രിപ്പ് ചോറും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നീട് വീണ്ടും അതേപോലെ തന്നെ മല്ലിയിലയും പുതിനയിലയും ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരി സവോള പൊരിച്ചത് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ഒരു കളറിന് വേണ്ടിയിട്ട് അല്പം മഞ്ഞൾപ്പൊടി റോസ് വാട്ടറിൽ കലക്കിയതാണ്. പിന്നീട് നമ്മൾ ചെമ്മീൻ വറുത്ത് കോരിയ എണ്ണയും കൂടെ കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ഒഴിച്ചു കൊടുത്ത് ഒന്ന് അടച്ച് വെച്ച് നമുക്കൊന്ന് ദമ്മിടാം. അപ്പം നമ്മുടെ ചെമ്മീൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെയധികം ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണിയാണ്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയതാണ്. അപ്പോൾ ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ.